+1 ബോട്ടണിയിലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ലെസണിൽ നിന്നും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനെ കുറിച്ചിട്ടുള്ള ഒരു അനിമേറ്റഡ് വീഡിയോ ആണ് ഇത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഈസിയായി മനസ്സിലാക്കാൻ കഴിയും. In eukaryotic cells, mitochondrion is the site of energy production. യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്ന സെൽ ഓർഗനൽ ആണ് മൈറ്റോകോൺഡ്രിയോൺ. ആഫ്റ്റർ ദി ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ദി സൈറ്റോസോൾ, they enter into the mitochondrial matrix for the rest of the breaking down process. സൈറ്റോസോളിൽ ഫുഡ് ബ്രേക്ക് ചെയ്തതിന് ശേഷം പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ലിങ്ക് റിയാക്ഷനിലൂടെ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലെത്തി തുടർന്നുള്ള ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സ് നടത്തുന്നു. അതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ. ഇൻ മൈറ്റോകോൺഡ്രിയ ദി സിട്രിക് ആസിഡ് സൈക്കിൾ ഒക്കേഴ്സ്. സിട്രിക് ആസിഡ് സൈക്കിൾ മൈറ്റോകോൺഡ്രിയയിൽ ആണ് നടക്കുന്നത്. ഡ്യൂറിങ് സിട്രിക് ആസിഡ് സൈക്കിൾ, സം കോമ്പൗണ്ട്സ് ആർ സ്ട്രിപ്പിംഗ് ഓഫ് ദി ഹൈ എനർജി ഇലക്ട്രോൺസ് വിച്ച് ആർ ഡൊണേറ്റഡ് ടു കാരിയർ മോളിക്യൂൾസ് ലൈക്ക് NADH or FADH2. സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുമ്പോൾ ചില സംയുക്തങ്ങളിൽ നിന്ന് ഹൈ എനർജി ഇലക്ട്രോൺസ് പുറത്തു വരുന്നു. അവ NADH, FADH2 പോലുള്ള കരിയർ മോളിക്യൂൾസിലേക്ക് സംഭാവന ചെയ്യുന്നു. The high energy electrons carried by NADH are transferred to a chain of proteins called the electron transport chain, which are embedded in the inner mitochondrion membrane. NADH ക്യാരി ചെയ്യുന്ന ഹൈ എനർജി ഇലക്ട്രോൺസ് പ്രോട്ടീനുകളുടെ ഒരു ശൃംഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ പ്രോട്ടീനുകൾ ഒരു ചങ്ങലയിൽ എന്ന വണ്ണം അടുക്കിയിരിക്കുന്നതിനാൽ ഇതിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ മൈറ്റോകോൺഡ്രിയോണിൻ്റെ ഇന്നർ മെംബ്രെയിനിൽ അടങ്ങിയിരിക്കുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ കൺസിസ്റ്റ് ഓഫ് 4 കോംപ്ലക്സസ്. കോംപ്ലക്സ് 1 NADH dehydrogenase complex, complex 2 succinate dehydrogenase, complex 3 cytochrome C oxidoreductase, and complex 4 cytochrome oxidase. They are all located in inner membrane. മൈറ്റോകോൺഡ്രിയോണിൻ്റെ സ്ട്രക്ചർ നോക്കുക. ഇതിന് ഒരു ഇരട്ട സ്തരമുള്ള ആവരണമുണ്ട്. ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ലേബൽ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അകത്ത് മാട്രിക്സ് ഉണ്ട്. 2 സ്തരത്തിനുമിടയ്ക്ക് ഇൻ്റർ മെംബ്രെയിനിയസ് സ്പേസ് ഉണ്ട്. ഇതിൽ ക്രബ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ മാട്രിക്സിൽ നടക്കുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇന്നർ മെംബ്രെയിനിൽ സ്ഥിതി ചെയ്യുന്നു. കോംപ്ലക്സ് 5 ആയ ATPase കോംപ്ലക്സ് ഇന്നർ മെംബ്രെയിനിൽ സ്ഥിതി ചെയ്യുന്നു. ദി ചെയിൻ ആക്ട്സ് ആസ് ദി പമ്പ് യൂസിങ് ദി എനർജി ഓഫ് ദി ഇലക്ട്രോൺ ടു മൂവ് ദി പ്രോട്ടോൺസ് ഫ്രം വൺ സൈഡ് ഓഫ് ദി മെംബ്രെയിൻ ടു ദി അതർ സൈഡ്. ഹൈ എനർജി ഇലക്ട്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് ആന്തരസ്ഥലത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് പുറം ഭാഗത്തേക്ക് പ്രോട്ടോണുകളുടെ മൂവ്മെൻറ്റിന് ഒരു പമ്പ് ആയി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പ്രവർത്തിക്കുന്നു. ദി പമ്പിംഗ് ക്രിയേറ്റ്സ് a protein gradient across the membrane which the mitochondrion can tap to make a fewer molecules of ATP. ഈ പ്രോട്ടോൺ പമ്പിംഗ് സ്ഥലത്തിൻ്റെ ഇരുഭാഗത്തുമായി ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഉണ്ടാക്കുകയും ഇത് ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. The electron transfer begins at NADH dehydrogenase complex. ഇലക്ട്രോൺ ട്രാൻസ്ഫർ NADH dehydrogenase കോംപ്ലക്സിൽ നിന്ന് ആരംഭിക്കുന്നു. ഇതാണ് കോംപ്ലക്സ് 1. ദിസ് കോംപ്ലക്സ് ഹാസ് ഹൈ അഫിനിറ്റി ടുവേർഡ്സ് ഇലക്ട്രോൺ ദാൻ NADH ആൻഡ് ഈസിലി സ്ട്രിപ്സ് അവേ ദി ഹൈ എനർജി ഇലക്ട്രോൺസ്. ഈ കോംപ്ലക്സിന് ഇലക്ട്രോണുകളോട് NADHനോടുള്ളതിനേക്കാൾ ആകർഷണമുണ്ട്. അതിനാൽ NADHൽ നിന്നുള്ള ഇലക്ട്രോണുകളെ വേർതിരിച്ച് ഇലക്ട്രോൺ കാരിയേഴ്സിന് കൈമാറുന്നു. ആസ് ദി ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം വൺ പ്രോട്ടീൻ ടു അനദർ ഇൻ ദി കോംപ്ലക്സ്, എനർജി ഈസ് റിലീസ്ഡ് ആൻഡ് യൂസ്ഡ് ടു പമ്പ് പ്രോട്ടോൺസ് അക്രോസ് ദി മെംബ്രെയിൻ. ഇലക്ട്രോണുകൾ ഒരു പ്രോട്ടീനിൽ നിന്നും മറ്റൊരു പ്രോട്ടീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഊർജം സ്വതന്ത്രമാക്കപ്പെടുകയും പ്രോട്ടോണുകളെ സ്ഥലത്തിന് പുറത്തേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. Electrons are then transferred to Ubiquinone, a different carrier,
which shuttles the electrons to the next complex station called cytochrome B-C1 complex, which again pumps protons as they flow through it to the intermembrane space. NADH dehydrogenase കോംപ്ലക്സിൽ നിന്നും കോംപ്ലക്സ് 1ൽ നിന്നും ഇലക്ട്രോൺസ് യുബിക്വിനോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. യുബിക്വിനോൺ ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം B-C1 കോംപ്ലക്സിന് കൈമാറുന്നു. ഇത് കോംപ്ലക്സ് 3 ആണ്. ഈ കോംപ്ലക്സിലൂടെ ഇലക്ട്രോൺസ് കടന്നു പോകുമ്പോൾ പ്രോട്ടോണുകളെ ഇൻ്റർമെംബ്രേനിയസ് സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നു. FADH2 ആണ് ഹൈഡ്രജൻ ഡോണർ എങ്കിൽ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന കോംപ്ലക്സ് 2 ആണ് ആക്റ്റീവ് ആകുക. FADH2ൽ നിന്നും ഇലക്ട്രോൺസ് യുബിക്വിനോണിലെത്തി റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. Because each complex in the chain has more electron affinity than the previous complex, electrons keep moving in the chain unidirectionally. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലുള്ള ഓരോ കോംപ്ലക്സിനും അതിന് മുമ്പിലുള്ള കോംപ്ലക്സിനേക്കാൾ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളതിനാൽ ഇലക്ട്രോണുകൾ ഒരു ദിശയിലേക്ക് തുടർച്ചയായി സഞ്ചരിക്കുന്നു. ഫൈനലി സൈറ്റോക്രോം C delivers electrons to cytochrome oxidase complex. ETCയിലുള്ള സൈറ്റോക്രോം B-C1 കോംപ്ലക്സിൽ നിന്നും ഇലക്ട്രോൺസ് സൈറ്റോക്രോം C എന്ന ചാനലിലൂടെ സൈറ്റോക്രോം ഓക്സിഡേസ് കോംപ്ലക്സ് സൈറ്റോക്രോം A.a.3 സൈറ്റോക്രോം ഓക്സിഡേസ് കോംപ്ലക്സിലേക്ക് എത്തുന്നു. അവസാന പ്രോട്ടോൺ പമ്പ് ഇവിടെ സംഭവിക്കുന്നു. ദി സൈക്കിൾ റിപ്പീറ്റ്സ് ആൻഡ് ദി സൈറ്റോക്രോം ഓക്സിഡേസ് കോംപ്ലക്സ് ഹാസ് അക്യുമുലേറ്റഡ് 4 ഇലക്ട്രോൺസ്. ഈ പ്രോസസ്സ് തുടരുകയും സൈറ്റോക്രോം ഓക്സിഡേസ് കോംപ്ലക്സിൽ 4 ഇലക്ട്രോണുകൾ വന്നു ചേരുകയും ചെയ്യുന്നു. From there, they are handed over to molecular oxygen. Oxygen takes up the electrons and combines with the hydrogen ions and forming water as a product, thereby completing step-by-step combustion or oxidation of food molecule. അവിടെ നിന്ന് ഈ ഇലക്ട്രോണുകളെ മോളിക്കുലർ ഓക്സിജന് കൈമാറുന്നു. ഓക്സിജൻ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും ഹൈഡ്രജൻ അയോൺസുമായി കൂടിച്ചേർന്ന് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതോടെ ഫുഡ് മോളിക്യൂൾസിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഡൗൺ മുഴുവനാകുകയും ചെയ്യുന്നു. Thank you very much. Subscribe Raju's Science World for more videos.